നല്ല അടിപൊളി ടേസ്റ്റിലും പെർഫെക്റ്റ് ആയിട്ട് തനതായ രീതിയിൽ നമുക്ക് വെള്ളയപ്പം എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കിയാലോ. ഈ വെള്ളയപ്പം നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും നോൺ വെജ് കറിയുടെ കൂടെയോ അല്ലെങ്കിൽ വെജിറ്റബിൾ കറിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് അധിക സമയം കളയാതെ നമുക്ക് നേരെ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ചരിയാണ്. ഇത് ഞാൻ 4 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരിയാണ്. 2 കപ്പ് അളവിലാണ് പച്ചരി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പച്ചരി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരവിയതാണ്. ഞാൻ ഇവിടെ ഏകദേശം 1 കപ്പ് അളവിൽ തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അതിൽ 1/2 കപ്പാണ് ഇപ്പം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലിട്ട് അരയ്ക്കുന്നത്. ബാക്കി 1/2 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം തേങ്ങ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചോറാണ്. ചോറോ അല്ലെങ്കിൽ അവലോ നിങ്ങൾക്കിതിൽ ചേർത്ത് കൊടുക്കാം, ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇവിടെ നമ്മളുടെ സാധാരണ നമ്മൾ ചോറൊക്കെ നമ്മൾ കഴിക്കുന്ന മട്ടാരിയുടെ ചോറാണ് വേവിച്ചത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പച്ചരിയുടെ ചോറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം ചോറ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഈസ്റ്റാണ്. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ അത് കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം, കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്തിട്ട്. എന്നിട്ട് അത് ആക്ടിവേറ്റ് ആയതിനു ശേഷം മാത്രം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മളുടെ ഈസ്റ്റ് ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മാവ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഏകദേശം ഒരു 1/2 കപ്പോളം. അപ്പോൾ അത് നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ചെറിയ ജാറിലേക്ക് ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 2-3 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 3-4 കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വലിയ വെളുത്തുള്ളി എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 2 എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 3 വരെയൊക്കെ എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരഞ്ഞൊന്നും പോകണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ എൻ്റെ അമ്മച്ചിയൊക്കെ വെള്ളയപ്പം തയ്യാറാക്കുമ്പം ഇങ്ങനെ ചെയ്യാറുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ആ വെള്ളയപ്പത്തിന്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇനി നമുക്കൊരു വലിയ പാത്രം എടുക്കാം. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ ആ അരിയുടെ മിശ്രിതം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ ആ തേങ്ങയുടെ ആ കൂട്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു തവി വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് പുളിപ്പിക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പം ഞാൻ വലിയ പാത്രം എടുത്ത് അതുകൊണ്ട് നമ്മൾ കുഞ്ഞു പാത്രമൊക്കെ എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പുളിച്ച് പുറത്ത് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വലിയ പാത്രമാണെങ്കിൽ അങ്ങനെ അങ്ങ് പുറത്തോട്ട് പോകത്തൊന്നുമില്ല. അപ്പം വലിയ പാത്രം ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഇങ്ങനെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ നാട്ടിലെ കാലാവസ്ഥ അനുസരിച്ച് മാവ് പുളിക്കാനുള്ള ടൈമിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഞാനൊക്കെ ഇവിടെ നിൽക്കുന്നിടത്ത് ഭയങ്കര ചൂടാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഇത് പുളിച്ച് കിട്ടും. ഞാനൊക്കെയാണ് വൈകുന്നേരം ഒന്ന് അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഡിന്നറിന് വേണമെങ്കിൽ എനിക്ക് ഈ അപ്പം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പം ഓരോ സ്ഥലത്തെ ചൂടിനനുസരിച്ച് നിങ്ങളിത് പുളിപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മളിത് സാധാരണ നമ്മളുടെ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഹോൾസ് വന്നു തുടങ്ങും. അപ്പോൾ ഹോൾസ് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളിതൊരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് അടച്ച് ബാക്കി നമ്മൾ അടച്ചാണ് കുക്ക് ചെയ്യുന്നത്. ഇത് തിരിച്ചിട്ട് നമ്മൾ മുരിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ഇങ്ങനെ അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ എനിക്കൊരു സംതൃപ്തിക്ക് വേണ്ടി ഞാനിത് മറിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിക്കുവേ. അപ്പോൾ 2 സൈഡും ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല പഞ്ഞി പോലത്തെ വെള്ളയപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വേറൊരു ദിവസം ഉടനെ കാണാം. അതുവരെ ബൈ ബൈ.